ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ലൊരാറ്റ കോൺവെൻറ്റിൽ അവിടുത്തെ സിസ്റ്റേഴ്സ് മനോഹരമായ ഒരു ചാപ്പൽ നിർമ്മിച്ചു. ആ ചാപ്പലിൻ്റെ ഒരു പ്രത്യേകത, അതിലെ ഗായക സംഘത്തിൻ്റെ സ്ഥലം 22 അടി ഉയരത്തിലായിരുന്നു ചാപ്പലിൽ സ്ഥാപിച്ചിരുന്നത്. പണി കഴിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ചാപ്പലിലേക്ക് ഗായിക സംഘവുമായി ബന്ധിപ്പിക്കാൻ ഒരു ഗോവണി വളരെ അത്യാവശ്യമാണെന്ന് തിരിഞ്ഞത്. ഇതിൻ പ്രകാരം സിസ്റ്റേഴ്സ് പലരെയും സമീപിച്ചു. പക്ഷേ വളരെ പ്രയാസകരമായ ആ ഗോവണി പണിയാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ ആ സിസ്റ്റേഴ്സ് മരപ്പണിക്കാരനായ ജോസഫിൻ്റെ മധ്യസ്ഥം തേടി 9 ദിവസത്തെ നവനാൾ നടത്തി അവർ പ്രാർത്ഥിച്ചു. 9-ാം ദിവസം ഒരു മരപ്പണിക്കാരൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്ന് ജോലി ചോദിച്ചു. സിസ്റ്റേഴ്സ് വളരെ സന്തോഷത്തോടെ ആ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഏതാനും മാസങ്ങൾ കൊണ്ട് അദ്ദേഹം മനോഹരമായ ഒരു ഗോവണി പണി കഴിപ്പിച്ചു. ജോലിയുടെ അവസാനം കൂലി നൽകുന്നതിനും തടിയുടെ വില നൽകുന്നതിനുമായി സിസ്റ്റേഴ്സ് വന്നപ്പോൾ കാണുന്നത് ആ മരപ്പണിക്കാരൻ അവിടെ ഇല്ല എന്നുള്ള വസ്തുതയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർ വളരെ ജിജ്ഞാസയോടെ അന്വേഷിച്ചു. ഒടുവിൽ അവർ എത്തിച്ചേർന്നത് അത് യൗസേപ്പ് പിതാവായിരുന്നു എന്നുള്ള നിഗമനത്തിലാണ്. ശാസ്ത്രലോകം ഈ ഗോവണിയെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തി. ആ തടിയുടെ ഘടനയും അതിൻ്റെ രൂപകൽപ്പനയും ആ തടിയുമൊക്കെ എവിടെ നിന്നാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇന്നും ലോകത്തിൽ ഈ ഗോവണി ഒരത്ഭുതമായി നിലകൊള്ളുന്നു. അതേ സഹോദരങ്ങളെ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഈ വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മുടെ നീറുന്ന വേദനകളിലേക്ക് കടന്നു വരാൻ സന്നദ്ധനാണ്. കഷ്ടപ്പെടുന്ന ആരിലേക്കും ആ യൗസേപ്പ് പിതാവ് സന്തോഷത്തോടെ കടന്നു വന്ന് ആശ്രയിക്കും. അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും വ്യക്തികളും എപ്പോഴും സുരക്ഷിതരാണ്. ഈ പുണ്യനാഥൻ്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. നന്ദി.